അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് പോയപ്പോ ആനോട്ടം കാണാൻ പറ്റി. ഭാഗ്യത്തിന് ആർക്കും പരിക്കൊന്നും പറ്റില്ല എന്നാണ് അറിവ്. മുട്ടുസൂചി വീണവരെ നിലത്തെത്താത്ത ഈ സ്ഥലത്ത് നമ്മൾ കാലുത്താൻ പോയില്ല. നമ്മൾ മരത്തിന്റെ മണ്ടയിൽ നിന്ന് കണ്ടു. തെരുവോര സർക്കസ് ആയിട്ട് ഇവരും അതിനെ വെല്ലുന്ന സർക്കസ് ആയിട്ട് ഇവരും തൃശ്ശൂർ പൂരം കളറാക്കി. ആനയുടെ സ്റ്റൈലിൽ നിപ്പം കണ്ട് പോകുമ്പോഴാണ് ഐസ്ക്രീം ഒക്കെ ഇവർ കടിച്ച് വലിക്കുന്നേട്ടാ. പിന്നെ നേരത്തെ പറഞ്ഞ സർക്കസില് നമ്മുടെ കൈസും പങ്കെടുത്തു. ഇത് കണ്ട ലൈറ്റില്ലാത്ത പന്തല് കുഴിയൊക്കെ ആഞ്ഞു കുത്തന്നെയാ. പുലർച്ചെ ഒരു തേക്കിങ്കാട് കൂട്ടിയിട്ട് കത്തിക്കുന്നു തോന്നണം. ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്തിയത് ഇവരാട്ടാ. ജയ്സൺ, അലകേഷ്, സായുജ് ഇവർക്ക് പ്രത്യേകം നന്ദിയുണ്ടേ. പൂരപ്പറമ്പിൽ കിടന്ന ഒരു കമ്പ് കഷ്ണം വരെ ഇവർ വെറുതെ വിട്ടില്ലട്ടാ. പിന്നെ കൊട്ടമാറ്റം തുടങ്ങി. ഇതേ ഒരു ചുവപ്പ് പൊക്കി, അപ്പൊ ഒരു ഇത് പൊക്കി, പിന്നെ ഇവർ ഈ രൂപം പൊക്കി, പിന്നെ അവിടെ നിന്ന് പൊക്കല്. കൊടമാറ്റം നന്നായത് തിരുവമ്പാടിയിലാണെന്ന ഒരു കരക്കമ്പി ഉണ്ടെങ്കിലും ഞാൻ ന്യൂട്രലാട്ടാ. ഇപ്രാവശ്യത്തെ കൊടമാറ്റത്തിന് മെസ്സി അവതരിച്ചു. കൊടലല്ലട്ടാ ദിങ്ങേരുടെ തിക്കലും തിരക്കിൽ പെട്ടിട്ട് നമ്മുടെ ഒരു പയ്യന് ബോധക്ഷയം ഉണ്ടായിട്ടാ. അപ്പൊ കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറായിട്ടിരിക്കുന്നു. പിന്നെ കൊടമാറ്റം കഴിഞ്ഞ് വെടിക്കെട്ടന്റെ സമയം. പിന്നെ എല്ലാവരും ഫ്ലാഷ് ഓൺ ആക്കി. ഓ ഇതൊന്ന് ടോപ്പ് എന്നുള്ള ഒരു വ്യൂ ഉണ്ട്. എന്തുകൊണ്ട് സാധനം നമ്മുടെ ഇല്ലേട്ടാ. ഡ്രോണിൽ ആരെയും എടുത്തിട്ടുണ്ടാവും. ഇതാണ് ലേറ്റുള്ള പന്തല്. അങ്ങനെ വെടിക്കെട്ട് തുടങ്ങി. ആദ്യം തിരുവമ്പാടി പൊട്ടിച്ചു, പിന്നെ പാറമേക്കാവ് പൊട്ടിച്ചു. ഇതിൽ ആരുടെയൊക്കെ നന്നായെന്നുള്ള ചോദ്യത്തിന് എന്താ മൂപ്പര് ഉത്തരം പറയട്ടെ. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിയ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട.